നമ്മൾ അറിയേണ്ടതായിട്ടുള്ള എങ്ങനെയാണ് പ്രാണായാമം ചെയ്യേണ്ടത്, അതിന് വല്ല ക്രമമുണ്ടോ, തോന്നിയതുപോലെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ക്രമമുണ്ട്. ധർമ്മശാസ്ത്രം അനുസരിച്ച് അതിനൊരു ക്രമമുണ്ട്. ആ ക്രമശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള, പ്രത്യേകിച്ച് പതഞ്ജലി മഹർഷിയൊക്കെ പറഞ്ഞിട്ടുള്ള അനുബന്ധമായ മറ്റ് ശാസ്ത്രങ്ങളിലും പറയപ്പെട്ടിട്ടുള്ള ഒരു ഇതെന്താന്ന് പറഞ്ഞാൽ, അത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു വെച്ചാൽ മതി. ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊരു ചെറിയ കണക്കും കൂടെയാണ്. 3 എന്താ പറയുക സംഖ്യകൾ ഓർത്ത് വെച്ചാൽ മതി. ഏതാണ് 3 സംഖ്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ സംഖ്യ ഓർത്താൽ മതി. അതിൽ തന്നെ ഉണ്ട് 16. 16, പിന്നെ അതിൻ്റെ ഇരട്ടി, നേർ ഇരട്ടി 32. ആ 32ൻ്റെ ഇരട്ടി 64. അപ്പോൾ 16, 32, 64. ക്ലിയർ ആയല്ലോ? 3 സംഖ്യ, 16ഉം 16ൻ്റെ ഇരട്ടിയായിട്ടുള്ള 32ഉം ആ 32ൻ്റെ ഇരട്ടി 64. ഈ 3 സംഖ്യകൾ എന്തൊക്കെയാണ് പ്രാണായാമത്തിൽ ഉള്ളത്, അല്ലെങ്കിൽ പ്രാണായാമത്തിന് വേണ്ടത് എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ, പ്രാണായാമത്തിന് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടുന്ന സാമഗ്രികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ളതൊക്കെ തന്നെയാണ്. എന്താണ് അതിൻ്റെ കരുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വലത് കൈയിലെ ഇതിന് ഉപയോഗിക്കുന്നത് വലത് കൈയുടെ പെരുവിരൽ 1, പിന്നെയോ ചൂണ്ടുവിരൽ, പിന്നെ മോതിര വിരൽ. അപ്പോൾ പെരുവിരലും ചൂണ്ടുവിരലും നമ്മുടെ മോതിര വിരലും, നടുവിരലും ചെറുവിരലും നമ്മളിതിൽ ഉപയോഗിക്കുന്നില്ല. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും വിരലിന് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ട്, ഇന്നതാണ് എനിക്ക് സൗകര്യം എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ വലിയ എന്താ പറയുക കടുംപിടുത്തമൊന്നുമില്ല, നിങ്ങൾക്ക് അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ആവാം. പറയുന്നതിൻ്റെ താല്പര്യം എന്താണെന്ന് ശ്രദ്ധിച്ചാൽ മതി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ തള്ളവിരലും അതുപോലെ ചൂണ്ടുവിരലും നമ്മുടെ മോതിര വിരലും. ഓക്കെ, അപ്പോൾ 3 വിരലുകൾ വലത് കൈയിലത് എൻഗേജ്ഡ് ആയിരിക്കും. പിന്നെയുള്ളതോ ഇടത് കൈയിലെ ഈ 5 വിരലുകൾ, അതിലാണ് നമ്മൾ എണ്ണം പിടിക്കുന്നത്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ സിമ്പിളാണ്. ഇത് വളരെ നമ്മുടെ ധർമ്മശാസ്ത്രം അനുശാസിക്കുന്ന മാർഗമാണ്. വേറെ ഈ ഉടായ്പ മാർഗങ്ങളൊന്നുമല്ല. വെറുതെ പ്രാണനെ അങ്ങോട്ടെടുത്ത് അഡ്വാൻസ് ഇങ്ങോട്ടെടുത്ത് എന്താ പറയുക, പ്രാണനെ എടുക്കാനൊരു അഡ്വാൻസ് കൊടുത്തു, പിന്നെ കൊടുത്ത അഡ്വാൻസ് തിരിച്ചു കിട്ടൂല എന്ന് പറയാം. ഇത് നമ്മുടെ ധർമ്മശാസ്ത്രത്തിൽ ആചാര്യന്മാർ എഴുതി വെച്ചിട്ടുള്ളത്, പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ സംഖ്യ ഓർമ്മയുണ്ടല്ലോ, 16, 32, 64. 16ൻ്റെ ഇരട്ടി, അതിൻ്റെ ഇരട്ടി, മൊത്തത്തിലുള്ള ഇരട്ടി 64. ശരി, ഇനി പ്രാണായാമത്തിൽ എന്തൊക്കെയാണ്? പ്രാണനെ ഉള്ളിലേക്ക് എടുക്കുന്നതിന് പൂരകം എന്ന് പറയും. പൂരകം എന്ന് പറഞ്ഞാൽ പൂരിപ്പിക്കുക, പ്രാണനെ പൂരിപ്പിക്കുക. കുംഭകം എന്ന് പറഞ്ഞാൽ അതിനെ കുംഭം കണക്കെ അതിനെ പ്രാണനെ തടഞ്ഞു നിർത്തുക, കുംഭകം. രേചകം എന്ന് പറഞ്ഞാൽ പ്രാണനെ സാവകാശം പുറത്തേക്ക് വിടുക. ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം അല്ലെങ്കിൽ സംശയം, ഈ പ്രാണനെ എടുക്കുന്നതും നിർത്തുന്നതും പുറത്തേക്ക് വിടുന്നതിനും വല്ല കണക്കുണ്ടോ, അതോ ഒരു കൊട്ടക്കണക്കിന് നമുക്ക് തോന്നുന്നത് പോലെയാണോ എന്ന് ചോദിച്ചാൽ അല്ല, തോന്നുന്നത് പോലെയല്ല. അതാണ് ഇതിലെ പ്രധാനം. അപ്പം ഈ പൂരകമാണ് നമ്മൾ എന്തു വേണ്ടത്? 16 മാത്രകളെ കൊണ്ട് ചെയ്യേണ്ടത്. മാത്ര എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊരളവാണ്. അ എന്ന് പറയുന്നത് അതാണ് അതിൻ്റെ കണക്ക്. അകാരാദികൾ ഒരു മാത്രയാണ്. അ, ആ, ഇ, ഈ, ഉ, ഊ എന്നൊക്കെ പറയുന്നത് എന്താ? ആ പറയാനെടുക്കുന്ന സമയം ഒറ്റ മാത്രയാണ്. അതായത് വിരലൊടിക്കുക എന്ന് പറയുന്നത് ഒരു മാത്രയാണ്. കവർഗങ്ങളൊക്കെ 2 മാത്രയാന്ന് പറയും. അപ്പോൾ
ഈ മാത്രകളെ എങ്ങനെയാണ് നമുക്ക് അപ്പോൾ പൂരിപ്പിക്കേണ്ടുന്ന സമയം, പ്രാണനെ ഉള്ളിലേക്ക് എടുക്കുന്നത് എത്ര സമയം എടുക്കണം, എത്ര പ്രാണനെ എടുക്കണം, ആ എടുക്കുന്ന ക്വാണ്ടിറ്റിയെ ആണ് മെഷർ ചെയ്തിരിക്കുന്നത് 16 മാത്രകൾ എന്ന്. അപ്പോൾ 16 എണ്ണുന്നത് വരെ ഇങ്ങനെ ഉള്ളിലേക്ക് നമ്മൾ പ്രാണനെ എടുക്കണം. അപ്പോൾ 1 2 3 4 എന്ന് പറഞ്ഞു എണ്ണിക്കൊണ്ട് പ്രാണനെ എടുക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അതിനെന്താണ്, ആ എണ്ണം നമ്മളുടെ കൈ കൊണ്ട് നമുക്ക് പിടിക്കാൻ പറ്റും. അപ്പോൾ വലത് കൈ നമുക്ക് എൻഗേജ്ഡ് ആണ്, ഇടത് കൈ കൊണ്ട് നമുക്ക് എന്ത് പിടിക്കാം, എണ്ണം പിടിക്കാം. എങ്ങനെ എണ്ണം പിടിക്കുക? നമ്മുടെ ഈ തള്ളവിരലുണ്ടല്ലോ, അതുപോലെ ബാക്കി 4 വിരലുകളും ഉണ്ട്. ഈ 4 വിരലിൽ നമുക്ക് 16 എണ്ണ. അതെങ്ങനെ എണ്ണ? നിങ്ങൾ ഈ അമ്പലത്തിലൊക്കെ തിരുമേനിമാർ പ്രാണായാമം ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? അവർ ഈ പ്രാണായാമം ചെയ്യുമ്പോൾ ഈ മാത്രയെ കണക്കാക്കി എടുക്കുന്നതാണ്. തന്ത്രവിദ്യയിൽ പ്രാണായാമമുണ്ട്. അതിലെ മാത്രകൾക്ക് ചിലപ്പോൾ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം, അളവിന് വ്യത്യാസം ഉണ്ടാവാം. ചിലപ്പോൾ എടുക്കുന്നതിലും നിർത്തുന്നതിലും പുറത്തേക്ക് വിടുന്നതിലും ഒക്കെ ഈ അളവിന് വ്യത്യാസം ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം, എന്തോ ആവട്ടെ. ഇത് നമ്മുടെ മുഖ്യമായ പ്രാണായാമത്തിലെ മാത്രയുടെ കണക്കാണ് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് 16 എണ്ണുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വലത് ഇതുകൊണ്ട് നമ്മുടെ ഈ ഇതുണ്ടല്ലോ, മുകൾ ഭാഗം 1, ഇവിടെ 1 2 3 4 ഇത്രയാണ്. ഇത് എണ്ണുന്ന സമയത്ത് 1 2 3 4 ഇങ്ങനെയാണ്. 1 2 3 4 അങ്ങനെ 4 എണ്ണിക്കഴിഞ്ഞാൽ എത്രയായി? 16ആയി. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 4 4 16. അപ്പോൾ നമ്മൾ ഈ പ്രാണനെ ഉള്ളിലേക്ക് എടുക്കുമ്പം 16 മാത്രകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 എണ്ണം നമ്മൾ ഈ മൂവ്മെൻറ്റ് ഓരോ മാത്രയാണ് എന്നുള്ളത്. ആ 4 ആവുമ്പോൾ ഇത് ശീലമായി കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിക്കോളും. ഇത്രയേ ഉള്ളൂ. അപ്പം ഇത് ഒരു ആവർത്തി മുഴുവനായി കഴിഞ്ഞാൽ എത്രയായി? 16 മാത്രമേ. അപ്പം ഇത് 2 ആവർത്തിയാക്കി കഴിഞ്ഞാൽ എത്രയായി? അറിയാലോ. 16 16 എത്രയാന്നുള്ളത് 32 ആയില്ലേ? അപ്പം അതിൻ്റെ ഇരട്ടി എത്രയാവും? 64 ആവും. അപ്പം എത്ര മാത്രകൾ എങ്ങനെ 12? ഇതിൽ എത്ര എണ്ണണം? 16 ഒരാവർത്തി, 32 2. ഗുണിതം നോക്കിയാൽ മതി, ആ കണക്കറിയാമല്ലോ. നമ്മൾ അത്ര അങ്ങോട്ട് നിങ്ങളെ പഠിപ്പിക്കാൻ നിൽക്കുന്നത് മോശമല്ലേ? നിങ്ങൾ തന്നെ വിചാരിക്കില്ല ഇത് എന്താ സ്വാമി ഞങ്ങൾ ഇത്ര പൊട്ടന്മാരാണോ എന്ന്. ഇരിക്കട്ടെ, ഇതൊക്കെ പറഞ്ഞാലും സംശയം ഉണ്ടാവും, അതാണ് വേറൊരു രസം. അപ്പോൾ ഇതെന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ള ഈ മറ്റേ എന്താ മോഹൻലാൽ ഏതോ സിനിമയിൽ ഈ കോഴിയെ ഇതാക്കുന്ന എന്തോ യോഗയും കോഴിയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുന്നുണ്ടല്ലോ, അതേപോലെ ആയിപ്പോവരുത്. അതുകൊണ്ടാണ് ഇത് ക്ലിയറായിട്ട് പറയുന്നത്. നിങ്ങൾ ഓർത്ത് വയ്ക്ക്, ഇതിനാവശ്യമായിട്ടുള്ളത് നമുക്ക് ഈ 3 വിരലുകൾ, ആ വിരലുകൾ തള്ളവിരലും ചൂണ്ടുവിരലും മോതിരവിരലും. ഇതെന്തിനാണെന്നുള്ളത് പറഞ്ഞു തരാം. മറ്റേത് ഈ എണ്ണം പഠിക്കൽ, 3 സംഖ്യകളും 16 32 64. അപ്പം ഈ പ്രാണനെ പൂരിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഈ തള്ളവിരൽ കൊണ്ട് വലത് നാസികയെ പൂർണ്ണമായി അടച്ചു വെച്ചുകൊണ്ട് ഇടതുഭാഗത്തുകൂടെ നമ്മൾ എന്ത് ചെയ്യണം? പ്രാണനെ പൂരിപ്പിക്കണം. എത്ര പ്രാവശ്യം പൂരിപ്പിക്കണം? 16 മാത്രകൾ പൂരിപ്പിക്കണം. ഈ 16 മാത്രകൾ പൂരിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ വലത് വിരൽ മാറ്റുന്നു. നമ്മൾ ഈ 2 വിരലുകളെ കൊണ്ട്, ചൂണ്ടുവിരൽ കൊണ്ടും മോതിരവിരൽ കൊണ്ടും നാസികയെ ബലമായി ബന്ധിപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാണൻ പുറത്തേക്ക് വിടരുത്. അങ്ങനെ പ്രാണനെ പുറത്തേക്ക് വിടാതെ നമ്മൾ മാത്രകൾ എണ്ണണം, മാത്ര എടുക്കണം. എത്ര മാത്ര? 32 ആണോ? അല്ല, പിന്നെ 32ൻ്റെ നേർ ഇരട്ടി എന്ന് പറഞ്ഞാൽ 64. അപ്പം 64 മാത്രകൾ, 64 വരെ നമ്മൾ എന്ത് ചെയ്യണം? 64 എണ്ണുന്നത് പോലെ എണ്ണണം. എണ്ണല്ല, ഇത് പിടിക്കുകയാണ്.
അപ്പം 64 വരെ 64 മാത്രകളെ കൊണ്ട് ആ പ്രാണനെ അവിടെ തടയണം. അതാണ് കുംഭകത്തിൽ 64 മാത്ര, പൂരകത്തിലോ 16 മാത്ര. രേചകം, പിന്നെ രേചകം എങ്ങനെയാണ്? ഈ ഇടത് നാസികയെ അടച്ചു പിടിച്ച് വലത് നാസികയിലൂടെ പുറത്തേക്ക് വിടണം, രേചകം ചെയ്യണം. ആ രേചകം എത്ര കൊണ്ട് ചെയ്യണം? ഈ പറഞ്ഞ 16ന്റെ ഇരട്ടി 32 മാത്രകളെ കൊണ്ട് രേചകം. അല്ലാതെ എടുത്ത് എന്നും പറഞ്ഞ അങ്ങോട്ട് വിടലല്ല. ആ 32 അത് സാവകാശം വിടാവും. അപ്പോൾ 32 മാത്രകളെ കൊണ്ട് എന്ത് വേണം? രേചകം ചെയ്യണം. പിന്നെ ഏതിലാണോ, ഏത് നാസികാഗ്രത്തിലൂടെയാണോ രേചകം നടത്തിയത് അതേ നാസികാഗ്രത്തിലൂടെ പൂരകവും ചെയ്യണം. ഏത് നാസികാഗ്രത്തിലൂടെ, ഏത് ദ്വാരത്തിലൂടെയാണോ പുറന്തള്ളിയത് അതേ ദ്വാരത്തിലൂടെ എടുക്കുക, എന്നിട്ട് അടുത്തതിലൂടെ പുറത്തേക്ക് വിടുക, അതിലൂടെ തന്നെ എടുക്കുക. ഇത് എത്ര വട്ടം? 10 പ്രാവശ്യം. അത്രയാണെങ്കിൽ ഒരു പ്രാണായാമത്തിൻ്റെ ഒരു ചക്രം പൂർത്തിയാക്കും. ഇതിൽ പ്രാണായാമ വിരുദ്ധന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നിലേക്ക് കുറേ പോയി കഴിഞ്ഞാൽ അവർ ഈ വിരലുകളൊന്നും ഉപയോഗിക്കാതെ ഒറ്റ നാസികയിൽ കൂടെയൊക്കെ എടുക്കുന്ന വിദ്വാൻമാരുണ്ട്. അപ്പോഴാണ് അവരിങ്ങനെ ഈ കൈ പിടിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഇരിക്കുന്നതിൽ എന്താണ് എന്നുള്ളതാ, നെഞ്ച് മുന്നിലേക്ക്, നട്ടെല്ല് നിവർന്ന്, തല അല്പം മുകളിലേക്ക്, വല്ലാതെ മുകളിലേക്ക് ആക്കണ്ട, ഒരല്പം. ഇത് ഒരു ചോദ്യചിഹ്നം പോലെ ആവരുത്, ആശ്ചര്യചിഹ്നം പോലെ ഉണ്ടാവണം. അങ്ങനെ ഒടിഞ്ഞു കുത്തിയിട്ടാവരുത് എന്ന് പറയാം. അങ്ങനെ നിങ്ങൾക്ക് ഇതാ ഈ ഒരു അടച്ചു പിടിക്കാൻ, അതേപോലെ ഇതാണ് അതിൻ്റെ സിമ്പിൾ ടെക്നിക്ക്. നിങ്ങൾ ചെയ്തു നോക്കൂ, വേറെ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇതിൽ. ഓർമ്മയുണ്ടല്ലോ, 16, 32, 64. അത്രയേ ഉള്ളൂ, സിമ്പിൾ. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.